ഹായ് ഓൾ, സമ്മർ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാല പരിചരണത്തെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആമ്പലും താമരകളും കുറച്ച് വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. താമരകൾ പണ്ട് കുളത്തിൽ മാത്രമേ നമ്മൾ കാണാറുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തും ടെറസിലും ഒക്കെ താമരകൾ കൊണ്ട് നിറയാണ്. ഹൈബ്രിഡ് ഇനം താമരകളാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്. നാടൻ താമരകൾ അതേ ഭംഗിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പോണ്ടുകളിൽ സെറ്റ് ചെയ്ത് അതിൽ വളർത്തണം. അപ്പോഴേ ആ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. പക്ഷെ ഹൈബ്രിഡ് ഇനങ്ങൾ ചെറിയ പോണ്ടിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ബൗൾ ലോട്ടസ് വരെയുണ്ട്. ഇതിൻ്റെ വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എപ്പോൾ ഫ്ലവർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഫ്ലവർ ചെയ്യാൻ ട്യൂബറോ അല്ലെങ്കിൽ റണ്ണറോ ഒക്കെ നട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുക. മഴക്കാലത്ത് നമ്മൾ കേടുവന്ന ലീഫ് ഇതിൽ നിന്ന് വേഗം മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ പ്ലാന്റിൽ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. ഈ കേടുവന്ന ലീഫ് ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിൽ ഒച്ചുകൾ വന്ന് നിറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേടായ ലീഫൊക്കെ നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂത്താടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അസോളയോ അല്ലെങ്കിൽ ഗപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അതുമല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കരാട്ടെ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നല്ല റിസൾട്ട് ഉണ്ട്. മാസത്തിലൊരു 2 തവണ ഉപയോഗിച്ചാൽ മതിയാവും. വളരെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു അര മൂടി അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് എല്ലാ ടബിലും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലീഫിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ പുഴുക്കൾ വന്നിരിക്കും. ഇവർ ഈ ലീഫ് മൊത്തം തിന്ന് തീർക്കും. അപ്പോൾ അവരൊക്കെ ഒഴിവാക്കി കൊടുക്കുക. മഴക്കാലമാണെങ്കിലും നമുക്ക് ബഡ്ഡുകൾ ധാരാളം വരും. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് വിരിഞ്ഞ് കിട്ടൂല. ഏകദേശം വിരിയാറാവുന്ന സമയത്തൊക്കെ ഇതുപോലെ മൊട്ടുകൾ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇതളിൻ്റെ ഉള്ളിൽ വെള്ളം കിടന്നിട്ടോ എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ വലിയ ഹൈറ്റിൽ വരുന്ന ഫ്ലവറൊക്കെ ഒടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വടി വെച്ചിട്ട് കെട്ടിക്കൊടുത്ത് നിർത്തുക. പിന്നെ എന്നാലും കുറേ പൂക്കളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞ് കിട്ടാറുണ്ട്. വിരിയാറായ ഫ്ലവർ നമ്മൾ മെല്ലെ കൈവച്ചൊന്ന് വിരിയിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിന്നിട്ട് ഫ്ലവർ കേടായി പോവും. പിന്നെ നമ്മൾ സ്വയം വിരിഞ്ഞ് വരുമ്പോഴേക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.